ചേർത്തല നിയോജക മണ്ഡലത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കുമെന്ന് നിയുക്ത എംഎൽഎ പി പ്രസാദ്. ചേർത്തല NSS യൂണിയൻ ഹാളിൽ വെച്ചാണ് നിയോജക മണ്ഡലത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിന്റെ ഉദ്ഘാടനം നിയുക്ത എംഎൽഎ പി പ്രസാദ് നിർവഹിച്ചു. കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് 2003 ഈ രണ്ട് നിയമങ്ങളും നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതേയില്ല. കക്കൂസ് മാലിന്യം തോട്ടി തള്ളിയാലും ചെറിയൊരു ഫൈൻ ഈടാക്കി മാത്രം ഇടുകയാണ്. നോൺ പെയിലബിൾ ഒഫൻസ് ആണ് രണ്ടനുസരിച്ചിട്ടും. ഞാനത് നേരത്തെ കളക്ടറേറ്റിൽ യോഗം വിളിച്ച് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് കുറെ നാൾക്ക് മുമ്പാണ് ഉദ്ദേശിച്ചാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ദിവസത്തിനകത്ത് വെറുതെ ഇങ്ങനെ ഫൈൻ അടിച്ചു വിടാതെ ഇവരെ അകത്ത് പോകും എന്ന് പറഞ്ഞു ഒരിക്കലും വില കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യാൻ തയ്യാറാവും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പരാതിപ്പെടുമ്പോൾ നമ്മളൊരു നോട്ടീസ് കൊടുക്കുന്നതിനകത്ത് ഈ രണ്ട് ആക്ടുകളുടെയും ആ പ്രൊവിഷനാണെങ്കിൽ കോപ്പി നിങ്ങൾക്ക് തരാം. ആ രണ്ട് ആക്ടുകളുടെയും പിന്നെ ഇന്ന് വെച്ചിട്ട് തന്നെ ഇക്കാര്യം തെറ്റാണ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞ് അതിന് നിയമ നടപടി സ്വീകരിക്കണം എന്നത് പോലീസിൽ കൊടുക്കുക. ബാക്കി പിന്നെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതൊരിക്കലും എതിർപ്പാവില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും ഇതെല്ലാം കൊണ്ടുവന്ന് തട്ടാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ തോടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ ജലമലിനീകരണത്തെ അടുത്ത് പബ്ലിക് ഹെൽത്ത് ആക്ട്, കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് ഉള്ളത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം. തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് ഞാൻ ഈ കാര്യം പ്രത്യേകമായി കത്തെഴുതുന്നത്. മണ്ഡലത്തിന്റെ പരിധിയിലുള്ള പഞ്ചായത്ത് ഭാരവാഹികൾ, തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ, ആരോഗ്യ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.